കേരളത്തിലെ ഹരിപ്പാട് നിഗൂഢ വനങ്ങൾക്കുള്ളിൽ സർപ്പദേവന്മാരോടുള്ള ഭക്തിക്ക് പേരുകേട്ട പവിത്രമായ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. എന്നാൽ അതിന്റെ ദിവ്യശക്തിയിൽ മറഞ്ഞിരിക്കുന്നത് ഇരുണ്ടതും പുരാതനവുമായ ഒരു ശാപമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ണാർശാല കാലം തൊട്ടുതീണ്ടാത്ത ഒരു നിബിഡ വനമായിരുന്നപ്പോൾ ശക്തനായ ഒരു മുനി ക്ഷേത്രത്തിന് സമീപം തപസ്സു ചെയ്തു. എന്നാൽ ഒരു ദിവസം തന്റെ അറിവ് ദുരുപയോഗം ചെയ്യുകയും പറഞ്ഞറിയിക്കാനാവാത്ത പാപങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു പണ്ഡിത ബ്രാഹ്മണൻ സമീപത്ത് മരിച്ചു. തന്റെ ദുഷ്കർമ്മം കാരണം അദ്ദേഹം ബ്രഹ്മരാക്ഷസ് ആയി പുനർജനിച്ചു. ഒരു ബ്രാഹ്മണന്റെ ബുദ്ധിയും ഒരു രാക്ഷസന്റെ കോപവുമുള്ള ഒരു ഉഗ്രമായ ആത്മാവ് ക്ഷേത്രത്തിന്റെ പുറം കാടുകളിൽ ഈ ഭയാനകമായ ജീവി വേട്ടയാടാൻ തുടങ്ങി. ആചാരങ്ങൾ തടസ്സപ്പെടുത്തുകയും ഭക്തരെ ഭയപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യർക്ക് അദൃശ്യനായ അവൻ വിചിത്രമായ ശബ്ദങ്ങൾ, പെട്ടെന്നുള്ള തണുത്ത കാറ്റ്, മരങ്ങൾക്കിടയിലെ ഭയാനകമായ മന്ത്രിപ്പുകൾ എന്നിവയിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ചു. ദിവ്യ ദർശനത്താൽ നയിക്കപ്പെട്ട ക്ഷേത്ര പുരോഹിതന്മാർ അസ്വസ്ഥതയുടെ ഉറവിടം കണ്ടെത്തി സർപ്പദേവതകളിൽ നിന്ന് സഹായം തേടി. സർപ്പദേവ തന്നെ ഒരു സ്വപ്നത്തിൽ പ്രധാന പുരോഹിതൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മരക്ഷസുകളെ സമാധാനിപ്പിക്കാൻ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു. പ്രധാന ക്ഷേത്രത്തിന് അരികിൽ ഒരു ചെറിയ ഘടന നിർമ്മിച്ചു. അത് വിശുദ്ധ മന്ത്രങ്ങൾ കൊണ്ട് മുദ്രയിട്ടു. സർപ്പസംരക്ഷകരാൽ സംരക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ബ്രഹ്മരക്ഷസുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഇനി ദോഷകരമല്ല, പക്ഷേ ഇപ്പോഴും ശക്തമാണ്. ഇന്നും ക്ഷേത്രം ജാഗ്രതയോടെ ആരാധിക്കപ്പെടുന്നു. അതിന്റെ പവിത്രത തകർക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ശ്രീകോവിലിനെ അനാദരിക്കുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ശുദ്ധമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അഭിവൃദ്ധി ലഭിക്കുമെന്നും ഭക്തർ പറയുന്നു. ബ്രഹ്മരാക്ഷസ് ശാപം അറിവും വിനയവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദേവന്മാരുടെയും ആത്മാക്കളുടെയും ലോകത്ത് ശക്തി എല്ലായ്പ്പോഴും വിവേകത്തോടെ ഉപയോഗിക്കണം എന്നതിന്റെ തെളിവ്.